ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചില പാഴാക്കലുകൾക്ക് മൂല്യമേറുന്നത് അവ നഷ്ടപ്പെടുത്തുമ്പോഴാണ്. എന്നാൽ അത് നാം ആർക്കു വേണ്ടി നഷ്ടപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ മൂല്യവും. ഇതുപോലെ വിലയേറിയ ഒരു പാഴാക്കലിൻ്റെ സംഭവമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ബഥാനിയയിലെ തൈലാഭിഷേക വേളയിൽ പാപിനിയായ സ്ത്രീ ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി വന്ന് യേശുവിൻ്റെ ശിരസിൽ ഒഴിക്കുകയും കണ്ണുനീർ കൊണ്ട് അവിടുത്തെ പാദങ്ങൾ കഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടു നിന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിന് ഈ പാഴ്ചെലവ്? സമയം, സമ്പത്ത്, സോഷ്യൽ സ്റ്റാറ്റസ് എന്നിവയെല്ലാം നാം ഈശോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ പൊതുവെ നാം കേൾക്കാറുള്ള ഒരു ചോദ്യമാണിത്: എന്തിന് ഈ പാഴ്ചെലവ്? അവർ അന്നത് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ മറുപടിയിൽ അവളുടെ ആ പ്രവൃത്തിയിൽ കർത്താവ് എത്രത്തോളം സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രവൃത്തി എത്രത്തോളം മാനിക്കുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, പാപിനിയായ ആ സ്ത്രീ ഈശോയുടെ അടുത്തെത്തുവാൻ, അല്ലെങ്കിൽ ഒരു ക്രൗഡഡ് പ്ലേസിൽ ഈശോയെ കാണുവാനായിട്ട് കടന്നു വരുമ്പോൾ തനിക്ക് നേരിടേണ്ടി വരാൻ സാധ്യതയുള്ള എല്ലാ നിന്ദാപമാനങ്ങളെക്കുറിച്ചും അവൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അവൾ അന്നത് നഷ്ടപ്പെടുത്തിയത് ഒരുപക്ഷെ മാറി നിന്നിരുന്നെങ്കിൽ അവൾക്ക് ലഭിക്കാമായിരുന്ന കംഫർട്ട്സ് ആയിരിക്കാം, സുഖസൗകര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ വെൺകൽ ഭരണിയിൽ നിറഞ്ഞു നിന്നിരുന്ന സുഗന്ധ തൈലം വിറ്റാൽ കിട്ടാമായിരുന്ന അളവറ്റ സമ്പത്തായിരിക്കാം. എന്നാൽ താൻ തൻ്റെ അഭിമാനവും സമയവും സമ്പത്തും എല്ലാം അടിയറവ് വയ്ക്കുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായ സമർപ്പണം ചെയ്യുന്നത്, ഇവയെല്ലാം തനിക്ക് 100 ഇരട്ടിയായി തിരിച്ചു നൽകാൻ കെൽപ്പുള്ളവന്റെ മുമ്പിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അവൾ തൻ്റെ ഈ പ്രവൃത്തി വഴി കൂടെ നടന്ന ശിഷ്യന്മാരെക്കാൾ ഒരുപക്ഷെ ഒരു പടി കൂടി കൂടുതൽ, അല്ലെങ്കിൽ ഒരു പടി കൂടി അധികം കർത്താവിനെ സ്നേഹിച്ചു. അവളുടെ ആ സമർപ്പണത്തിന് മൂല്യമേറിയതും അവൾ മനസ്സറിഞ്ഞ് അത് നൽകിയതുകൊണ്ടാകാം. ഒരുപക്ഷെ അവളുടെ ഭരണി നിറയെ ഉണ്ടായിരുന്ന സുഗന്ധതൈലം വിറ്റ് പണം സമ്പാദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്കത് ഇതുപോലെ അവളുടെ പ്രവൃത്തി വിലമതിക്കപ്പെടുമായിരുന്നില്ല. ഈശോയ്ക്ക് വേണ്ടി നാം കൊടുക്കുന്ന വില, നമ്മുടെ സമയം, സമ്പത്ത്, അഭിമാനം, ഇതൊക്കെ യഥാർത്ഥത്തിൽ ലോകം പറയുന്നത് പോലെയുള്ള പാഴ്ചെലവുകളാണോ? പാപിനിയായ സ്ത്രീയെ പോലെ നമ്മുടെ പാഴാക്കലുകൾ വിലപ്പെട്ടതാകാം. അത് സമർപ്പിക്കുവാൻ യോഗ്യനായവന്റെ മുമ്പിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ഒരു പടി കൂടി കൂടുതൽ അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താം. ചില പാഴാക്കലുകൾക്ക് മൂല്യം വരുന്നത് അതിന് യോഗ്യനായവന്റെ മുമ്പിൽ നഷ്ടപ്പെടുത്തുമ്പോഴാണ്.